ഹിന്ദിയിൽ പാരൻസിൻ്റെ പേരും അഡ്രസ്സും ഒന്ന് ഹിന്ദിയിൽ എഴുതി കാണിച്ചായോ പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ എഴുതി കാണിച്ചു കൊടുത്തു. അതിലുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് തിരുത്തി തന്നു. അതൊരു അപമാനമല്ലല്ലോ. പാരൻസും പിന്നെ അതേപോലെ തന്നെ അധ്യാപകരും ഉപദേശിക്കുന്ന രീതിയിലാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അല്ലാതെ നെഗറ്റീവായിട്ടൊരു കമൻറ്റ് അവിടെ ഇല്ല. എനിക്കങ്ങനെ അത് ഫീൽ ചെയ്തിട്ടില്ല. എന്താ പറയുക, പാരൻസ് എന്നോട് എങ്ങനെയാണോ ഉപദേശിക്കുന്നത് ആ ഒരു രീതിയിലാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടൊരു കമൻറ്റ് അവിടെ ഇല്ല. സ്റ്റേജിലേക്ക് വിളിച്ചു. അതായത് ഹിന്ദിയിൽ A+ കിട്ടിയ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എണീറ്റു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വായോ, ഹിന്ദിയിൽ പാരൻസിൻ്റെ പേരും അഡ്രസ്സും ഒന്ന് ഹിന്ദിയിൽ എഴുതി കാണിച്ചായോ പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ എഴുതി കാണിച്ചു കൊടുത്തു. അതിലുള്ള തെറ്റുകൾ ഞങ്ങൾക്ക് തിരുത്തി തന്നു. അതൊരു അപമാനമല്ലല്ലോ. ഒന്നും തോന്നിയിട്ടില്ല. അതായത് പാരൻസ് നമ്മളോട് എങ്ങനെയാണോ, അതായത് പാരൻസിന് അധ്യാപകർക്ക് അറിയണം നമ്മൾ അതായത് അവനവൻ്റെ കുട്ടികളെ പോലെയാണല്ലോ. അപ്പോൾ ഓരോ നമ്മളോട് എങ്ങനെയാണോ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ ഒരു നെഗറ്റീവ് ഇല്ല. ന്യൂസ് വന്നു എന്നുള്ളത് ഇപ്പോഴാണ് അറിയണത്. രക്ഷിതാക്കൾ പറഞ്ഞു എന്താ ബുക്സ് വായിക്കണം, അത് ബുക്സ് വായിക്കാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതായത് ബുക്കിലുള്ളത് മാത്രമാണ് നിങ്ങൾ പഠിക്കണത്, അത് പഠിച്ചിട്ട് നിങ്ങൾ ജയിച്ചത്. അതായത് പുറമേയുള്ള ജനറലായിട്ടുള്ള നോളേജൊന്നും നിങ്ങൾക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ബുക്സ് വായിക്കണം, ന്യൂസ് കാണണം, അതൊക്കെ പറഞ്ഞു തന്നു. അവർക്കിപ്പോൾ ഈ പ്രസംഗം കേട്ട കാരണം അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അവർക്ക് പഠിഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ബുക്സ് വായിക്കണം, ന്യൂസുകൾ കാണണം, പിന്നെ അതേപോലെ തന്നെ എന്താ ജനറലായിട്ട് എന്തെങ്കിലും പഠിക്കാൻ നോക്കണം. അല്ല ബുക്സ് മാത്രം ക്ലാസ്സിലത്തെ ബുക്സ് മാത്രം വായിച്ചിട്ട് അത് മാത്രം പഠിച്ച് പോവരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് എന്താ പറയുക, നല്ലൊരു നമുക്കൊരു മോട്ടിവേറ്റ്, അതായത് ബുക്സ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്നുള്ള രീതിക്ക് പുറമേയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചതും പഠിപ്പിച്ചതും പറഞ്ഞത് കാര്യങ്ങളൊക്കെ. രക്ഷിതാക്കളോടും പറഞ്ഞു. രക്ഷിതാക്കളും ഇതവരെ പറഞ്ഞ് മനസ്സിലാക്കണം, പുറമേയുള്ള ബുക്സ് വായിക്കണം, ന്യൂസ് കാണണം, ന്യൂസ് പേപ്പർ വായിക്കണം, അതൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷിതാക്കൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള രീതിക്കാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത്.